ഓക്കെ, സി ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് that അത് കടക്കുകയില്ല എന്ന്. നമുക്ക് ആ സമയത്ത് അങ്ങനെ തോന്നും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് കടക്കാൻ സാധിക്കും എന്നുകൂടിയുണ്ട്. യു ക്യാൻ ഓവർകം ഇറ്റ് എന്നുകൂടിയാണ്. ഇതൊരു സമയമാണ്, ഇതൊരു ടഫായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ശരിക്കും നമ്മളെ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ള ഒരു ടെസ്റ്റിംഗ് കൂടിയാണ് യൂണിവേഴ്സിൻ്റെ. സോ അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ഒരു ടഫ് സമയമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒന്ന്, നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷനാണ്, നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ ജേർണിയുടെ ബിഗിനിങ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇപ്പം നമുക്ക് പേഴ്സൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാം. ഓക്കെ, സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ കൂടി ഈ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഈ കാണുന്ന ഒരു റൊമാൻറ്റിക് ലൈഫ് സിനിമയിലൊക്കെ കാണുന്ന കഥ പോലെ അങ്ങനെയൊന്നും അല്ലാതെ അതിനപ്പുറം കുറച്ചുകൂടി റിയാലിറ്റിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ ശരിക്കും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഓക്കെ ഒരു സ്നേഹം നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യാം, എന്താണിത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലോകത്ത് കാണുന്നതിനേക്കാളൊക്കെ മേലെ വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ഒരു സ്പിരിച്വലിലേക്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് മാറാം. ആൻഡ് ഇവിടെ ലുക്ക് ഡീപ്ലി വിത്തിൻ ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. സി നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ ഒന്ന് സ്പിരിച്വൽ ആക്കാനാണ്. ഓക്കെ, അതൊന്ന് നിങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ അടുപ്പിക്കുക. സ്നേഹം എന്താണ്, പ്യുവർ സ്നേഹം എന്താണ്, അൺകണ്ടീഷണൽ സ്നേഹം എന്താണ്, ഇതൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പറയരുത് തരാ പേഴ്സൺ എനിക്ക് സ്നേഹം തിരിച്ച് തരുന്നില്ല, പിന്നെ എന്താണ് അതിൽ സ്നേഹത്തെ കാര്യം. ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പറയരുത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന എന്താണ് നോക്കിയിട്ടാണോ അങ്ങനെ സ്നേഹം എന്ന് പറയുന്നത്? അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് പറയും. ഇത് ഞാൻ ഇവിടെ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഞാൻ ആക്ച്വലി എല്ലാവർക്കും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ഓക്കെ, ശരിക്കും റിയലി നിങ്ങളെ തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ലൈക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ലുക്ക് ഡീപ്ലി വിത്തിൻ യു ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ബന്ധത്തിൽ എന്തിനാണ് വന്നത്, നിങ്ങളിവിടെ എന്താ പഠിക്കാനുള്ളത്, ഈ ബന്ധം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ മാറ്റം വരേണ്ടത്, അവരുടെ ലൈഫിൽ എന്താണ് മാറ്റം, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുക. അതാണ് സ്പിരിച്വൽ ആവാൻ പറഞ്ഞത്. എനിവേ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സാധാരണ ഒരു യുനോ മരം ചുറ്റി പ്രേമം എന്നൊക്കെ നമ്മൾ പണ്ട് വിളിക്കുന്ന പോലെ അതൊന്നും അല്ലാതെ അതിൻ്റെയൊക്കെ അപ്പുറം ഈ സ്നേഹത്തിനൊരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട് എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങാൻ കൂടി ആണ് ഇവിടെ പറയുന്നത്.